ഹായ് ആൾ വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ് കൾച്ചർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലൂടെ കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കൾച്ചർ, അല്ലെങ്കിൽ എന്താണ് കൾച്ചർ മീൻസ് സംസ്കാരം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ചില വ്യക്തികൾ പഴയ കാലത്തെ എന്തെങ്കിലും പിക്ചേഴ്സ് ഒക്കെ കണ്ടിട്ട് പറയാം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. കുറച്ച് പേര് എന്തെങ്കിലും അല്ലെങ്കിൽ പഴയ കാലത്തെ മ്യൂസിക് എന്തെങ്കിലും കേൾക്കുമ്പോൾ സമയത്ത് പറയാം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ചിലർ എന്തെങ്കിലും സിമ്പിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കൾപ്ചേഴ്സ് അതൊക്കെ കാണുമ്പോഴത്തേക്കും പറയും അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ചിലര് അല്ലെങ്കിൽ ചിലരുടെ ഭാഷ, അതായത് അവരുടെ ലാംഗ്വേജ്, അവരുടെ സംസാര രീതി, ഇതൊക്കെ എന്താണ് അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ പല വ്യത്യസ്തമായ രീതിക്ക് വ്യാഖ്യാനിക്കുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ് ആണ് കൾച്ചർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സാമൂഹിക ഇടപെടലിലൂടെ, അതായത് സോഷ്യൽ ഇന്ററാക്ഷൻസിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒന്നാണ് നമ്മുടെ സംസ്കാരം എന്ന് നമുക്ക് പറയാം. അതായത് ഒരു സൊസൈറ്റിയെ മറ്റൊരു സൊസൈറ്റിയിൽ നിന്ന് വേർതിരിക്കുന്നത് ആ ഒരു സമൂഹത്തിന്റെ സംസ്കാരമാണെന്ന് പറയാം. അപ്പൊ ഈ സംസ്കാരം വ്യക്തികൾ എങ്ങനെയാണ് ആർജിച്ചെടുക്കുന്നത്? അത് ത്രൂ സോഷ്യൽ ഇന്ററാക്ഷൻസിലൂടെയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് അത് നിശ്ചിതമായിട്ടുള്ള ഒരു പൂർണ്ണ രൂപത്തിലുള്ളതല്ല. അതിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാണ്. അത് വരും കാലഘട്ടങ്ങളിൽ എന്താണ് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ട്രാൻഡ്രം ലാംഗ്വേജ്, അതിപ്പോൾ മുന്നത്തെ അതേ രീതിക്കാണ് നമ്മളിപ്പോൾ പ്രൊനൗൺസ്, അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജ് സ്ട്രക്ചറാണ് ഇപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്നത്? അല്ല. അല്ലെങ്കിൽ ഏതൊരു ലാംഗ്വേജ്, നമ്മുടെ ലാംഗ്വേജ് എടുത്ത് നോക്കിയേ, നമ്മളിപ്പോൾ കറക്റ്റ് മുന്നേ പ്രൊനൗൺസ് ചെയ്ത പോലെ അല്ലെങ്കിൽ മുന്നേ പറഞ്ഞിരുന്ന പോലെയാണോ ഇപ്പോൾ നമ്മൾ പറയുന്നത്? ഇല്ല. നമ്മളിപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിലൊരു 50 ഇംഗ്ലീഷ് വേർഡ്സും കൂടി മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് അതവിടെ മാറ്റങ്ങൾക്ക് വിധേയമായി, അതിങ്ങനെ എന്താണ് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നില്ല, ഡൈനാമിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുവാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുന്ന, നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒന്നാണ് നമ്മുടെ സംസ്കാരം എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ, സോ അപ്പോൾ culture represents shared beliefs, practices and values of a group of people transmitted across generations. It serves as a framework for understanding the world, guiding behavior and shaping identities. അതായത് ഇപ്പം നമ്മളൊരു സമൂഹത്തിന്റെ ഭാഗമാണ്, നമ്മൾ ആ ഒരു ഇന്ന സമൂഹത്തിന്റെ ഭാഗമാണെന്നുള്ള നമ്മുടെ ആ തിരിച്ചറിവ് അത് നമ്മളെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നുണ്ട് അല്ലെ. അത് തന്നെയാണ് അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾക്കുള്ള തിരിച്ചറിവ്, അതാണ് നമ്മളെ മനുഷ്യരെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സംസ്കാരത്തെ എങ്ങനെയാണ് നമ്മളിലേക്ക് നമ്മുടെ സംസ്കാരം എത്തപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മളത് അച്ചീവ് ചെയ്തെടുക്കുന്നതാണല്ലേ, വാക്കുകളിലൂടെയും വായനകളിലൂടെയും, അല്ലെങ്കിൽ തലമുറകളായിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ത്രൂ ലാംഗ്വേജിലൂടെ, അതുപോലെ തന്നെ എന്തെങ്കിലും സിമ്പിൾസുകളിലൂടെയൊക്കെ നമുക്ക് കൈമാറി കിട്ടിയതാണ് നമ്മുടെ സംസ്കാരം. അതുപോലെ തന്നെ നമ്മളെ വായനയിലൂടെ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗങ്ങളെ പഠിച്ചെടുക്കുന്നു. അപ്പോൾ എന്താണ് സംസ്കാരം എന്നുള്ള ഒരു ക്ലിയർ കട്ട്, നമ്മളിപ്പോൾ സംസ്കാരത്തെ കുറിച്ച് അല്ലെങ്കിൽ കൾച്ചറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതിൽ എന്താണ് കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ടൊരു ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വ്യക്തിയുടെ ആകെ തുകയാണ് അവന്റെ സംസ്കാരം എന്ന് നമുക്ക് പറയാം. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ആകെ തുകയാണ് അവന്റെ സംസ്കാരം എന്ന് പറയുന്നത്? അതായത് ഒരു സമൂഹത്തിലെ അംഗമെന്ന നിലയിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും ആർജിച്ചെടുക്കുന്ന അവന്റെ വിശ്വാസങ്ങൾ, അവന്റെ അറിവ്, കല, ഇതിന്റെ എല്ലാത്തിന്റെയും ആകെ തുകയാണ് അവന്റെ സംസ്കാരം. അപ്പോൾ ഒരു സമൂഹത്തിലെ ഒരു വ്യക്തി അവൻ സമൂഹത്തിലെ അംഗമെന്ന നിലയിൽ ആ സമൂഹത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവൻ ആർജിച്ചെടുക്കുന്ന അറിവ്, കല, അതുപോലെ തന്നെ എന്താണ് വിശ്വാസങ്ങൾ, ബിലീഫ്സ്, എന്താണ് നോംസ്, മാനദണ്ഡങ്ങൾ, ഇതിന്റെ എല്ലാത്തിന്റെയും ആകെ തുകയാണ് അവന്റെ സംസ്കാരം എന്ന് നമുക്ക് പറയാം. അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൾച്ചർ റെപ്രസെന്റ് ദ ഷെയർഡ് ബിലീഫ്സ്, പ്രാക്ടീസസ് ആൻഡ് വാല്യൂസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ട്രാൻസ്മിറ്റഡ് അക്രോസ് ജനറേഷൻസ്. It serves as a framework for understanding the world, guiding behavior and shaping identities. അപ്പോൾ സംസ്കാരം എന്താണ്? ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ പെരുമാറ്റത്തെയും അവന്റെ ഐഡന്റിറ്റിയൊക്കെ ഷേപ്പ് ചെയ്യുന്നതിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് വരും തലമുറകളിലേക്ക് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ലേൺഡ് ബിഹേവിയർ ആണ്, അച്ചീവ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ബൈ ബർത്തിൽ നമുക്ക് ലഭിക്കുന്ന, നമുക്ക് അങ്ങനെ പറയാൻ നമുക്ക് കഴിയില്ല, കാരണം ബിക്കോസ് ഇറ്റ് ഈസ് അച്ചീവ്ഡ് ഓൺ അല്ലേ. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ആർജിച്ചെടുക്കുവാണ്. നമ്മളിങ്ങനെ ഒരു തലമുറകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു പുതിയ ജനറേഷനിലോട്ട് വരുന്ന സമയത്ത് ഈ സംസ്കാരം ഇങ്ങനെ കൈമാറ്റപ്പെട്ട് കിട്ടുന്നതാണ് ത്രൂ ലാംഗ്വേജിലൂടെയും സിമ്പിൾസിലൂടെയൊക്കെ. ഓക്കെ, അപ്പൊ ഇതൊരു ലേൺഡ് ബിഹേവിയർ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. സോ
കൾച്ചറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരുപാട് സോഷ്യോളജിസ്റ്റുകൾ പല തരത്തിൽ കൾച്ചറിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആന്ത്രോപോളജിസ്റ്റ് ആണ് മലിനോസ്കി. അദ്ദേഹം പറയുന്ന കൾച്ചർ എന്ന് പറയുന്നത് ഒരു ക്യുമുലേറ്റീവ് ക്രിയേഷൻ ഓഫ് മാൻ എന്നാണ്. മനുഷ്യരുടെ ഒരു ക്യുമുലേറ്റീവ് ക്രിയേഷൻ ആണ് അവന്റെ സംസ്കാരം എന്നാണ് മലിനോസ്കി കൾച്ചറിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. എനിവേ ഈ ഡെഫിനിഷൻസിലല്ല ഇപ്പൊ വൈഡ്ലി യൂസ് ചെയ്യുന്ന കൾച്ചറിനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംസ്കാരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഡെഫിനിഷൻ ഇ.ബി. ടൈലറുടെ ഡെഫിനിഷൻ ആണ് കേട്ടോ. അപ്പൊ ഇ.ബി. ടൈലറുടെ ഡെഫിനിഷൻ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ഡെഫിനിഷൻ ആണ്. ആൻഡ് ഇ.ബി. ടൈലർ കൾച്ചറെ കുറിച്ച് ഡിഫൈൻ ചെയ്തത് കൾച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോംപ്ലക്സ് ഹോൾ, അത് സങ്കീർണമായിട്ടുള്ള ഒന്നാണ്. വിച്ച് ഇൻക്ലൂഡ് നോളജ്, ബിലീഫ്സ്, ആർട്സ്, മോറൽ, ലോ, കസ്റ്റംസ് ആൻഡ് എനി അതർ കാപ്പബിലിറ്റീസ് ആൻഡ് ഹാബിറ്റ്സ് അക്യൂർഡ് ബൈ മാൻ ആസ് എ മെമ്പർ ഓഫ് സൊസൈറ്റി. ഒരു സമൂഹത്തിന്റെ ഭാഗം എന്ന നിലയിൽ വ്യക്തി ആർജിച്ചെടുക്കുന്ന അവൻ അവൻ അച്ചീവ് ചെയ്തെടുക്കുന്ന അവന്റെ അറിവ്, വിശ്വാസം, കല, അതുപോലെ ധാർമ്മിക മൂല്യങ്ങൾ, നിയമങ്ങൾ, അവന്റെ കസ്റ്റംസ്, ഇതെല്ലാത്തിൻ്റെയും ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ആകെ തുകയാണ്, ഒരു ഹോൾ, കോംപ്ലക്സ് ഹോളാണ് സംസ്കാരം എന്നാണ് ഇ.ബി. ടൈലർ സംസ്കാരത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്തത്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു പോയിന്റ് അല്ലെ. ഇപ്പൊ ഇ.ബി. ടൈലറുടെ ഡെഫിനിഷൻ ആണത് എന്ന് ഓർക്കുക. അപ്പോൾ അതുപോലെ ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള മലിനോസ്കി കൾച്ചറെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് ഇതൊരു കമ്മ്യൂണിറ്റി ക്രിയേഷൻ ഓഫ് മാൻ എന്നുള്ളതാണ്. അതുകൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. നമ്മൾ നോക്കുന്നത് കൾച്ചറിന്റെ സവിശേഷത, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഫസ്റ്റ് വൺ, കൾച്ചർ ഈസ് ലേൺഡ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ലേൺഡ് ബിഹേവിയർ ആണ്. നമ്മൾ പറഞ്ഞു അല്ലെ, സംസ്കാരം നമ്മൾ എന്താണ്, നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് അല്ലെ. നമ്മുടെ മുന്നത്തെ തലമുറ നമുക്ക് എന്തെന്ന് പകർന്നു തരുന്നതാണ്. നമ്മൾ അവരിൽ നിന്നും എന്തെന്ന് പഠിച്ചെടുക്കുവാണ് നമ്മുടെ സംസ്കാരം എന്നുള്ളതാണ്. അല്ല, അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് സ്റ്റാറ്റിക് അല്ല, അതിൽ മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പോൾ സൊസൈറ്റിയുടെ അനുയോജ്യമായ തലത്തിൽ എന്താണ് സംസ്കാരങ്ങളിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ലേൺ ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. സോ കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു ലേൺഡ് ബിഹേവിയർ ആണ്. കൾച്ചർ ഈസ് നോട്ട് ആൻ innate trait, rather it is acquired through socialization and interactions with other in society. അപ്പോൾ സമൂഹത്തിലെ മറ്റുള്ള വ്യക്തികളുമായിട്ട്, നമ്മുടെ പാരൻസ് ആകാം, നമ്മുടെ കൊളീഗ്സ് ആകാം, അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന സമൂഹത്തിലെ മറ്റു വ്യക്തികളുമായിട്ട് അവരുമായിട്ട് ഇടപഴകിക്കൊണ്ട് നമ്മൾ അവരിൽ നിന്നും പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കും. നമ്മുടെ സംസ്കാരവും നമ്മുടെ മാനദണ്ഡങ്ങളും അതുപോലെ വാല്യൂസും നമ്മുടെ സൊസൈറ്റിയുടെ മൂല്യങ്ങളും ഇതെല്ലാം നമ്മൾ പഠിച്ചെടുക്കുകയാണ്. സോ അങ്ങനെ എന്താണ് കൾച്ചർ എന്ന് പറയുന്ന ഒരു ലേൺഡ് ബിഹേവിയർ ആണെന്ന് പറയാം. അപ്പോൾ ഫ്രം ബർത്ത് ഇൻഡിവിജ്വൽ ലേൺ കൾച്ചറൽ values, norms and behavior from their family, peers and social institutions. അപ്പോൾ ബൈ ബർത്തിൽ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് സോഷ്യലി ബ്ലാങ്ക് ആണ്. നമ്മൾ ജനിക്കുന്ന സമയത്ത് ഒരു വ്യക്തി എന്ന് പറയുന്നത് സാമൂഹികമായിട്ട് അവന്റെ സൊസൈറ്റിയിൽ അവൻ ഇങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ള ഒരു അറിവുകളൊന്നുമില്ല. അവൻ വളരുന്നതിനനുസരിച്ചിട്ട് അവൻ സമൂഹത്തിൽ ഇങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, ഇന്ന രീതിക്ക് പെരുമാറണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ സൊസൈറ്റി അത് അംഗീകരിക്കും, ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ സൊസൈറ്റി നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ മോശമായിട്ട് കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമ്മൾ അത് റിജക്ട് ചെയ്യപ്പെടും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ വളരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നല്ലതും അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം ഇന്നതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് മുതിർന്നവരൊക്കെ പറഞ്ഞു തരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ബിഹേവിയറും നമ്മുടേതായിട്ടുള്ള ഒരു സംസ്കാരവും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. സോ ഓഫ് കോഴ്സ് ഇതെന്താണ്, ഇതൊരു ലേൺഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. ആൻഡ് ഫോർ എക്സാമ്പിൾ, എ ചൈൽഡ് ലേൺ ദ ലാംഗ്വേജ്. ഒരു കുഞ്ഞ് ഭാഷ പഠിക്കുന്നു, അതുപോലെ അവന്റെ കസ്റ്റംസ് പഠിക്കുന്നു, അവന്റെ ട്രഡീഷൻസ് പഠിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ്, അവൻ ലേൺ ചെയ്ത് പഠിക്കുന്നതാണല്ലേ. അവന്റെ പാരൻസ് പറഞ്ഞു കൊടുക്കുന്നു ആദ്യമായിട്ട്. അതിനുശേഷം അവന്റെ സമൂഹത്തിൽ, അവൻ നിലനിൽക്കുന്ന സമൂഹമായിട്ട് അവൻ ചുറ്റിപ്പറ്റി നോക്കുകയാണ്. സമൂഹത്തിലെ ഇന്ന കാര്യങ്ങൾ അവൻ കാണുന്നു. അവൻ പലതും കണ്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് അവൻ അതിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടൊക്കെ പല കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കണം അവന്റെ വളർച്ചയിൽ ഉടനീളം അല്ലെ. സോ അതുകൊണ്ട് തന്നെ കൾച്ചർ എന്താണ്, ഒരു ലേൺഡ് ബിഹേവിയർ ആണ് നമുക്ക് പറയാം. ലേൺഡ് കൾച്ചർ ഈസ് സോഷ്യൽ അല്ലെ. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, സംസ്കാരം എന്ന് പറയുന്നത് സാമൂഹികമാണ് അല്ലെ. എങ്ങനെയാണ് അത് സാമൂഹികമാകുന്നത്? കൾച്ചർ എക്സിസ്റ്റ് വിത്തിൻ എ ഗ്രൂപ്പ് ആൻഡ് cannot be developed or sustained by an individual in isolation. അതായത് മനുഷ്യൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഐസൊലേറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പ് ലൈഫാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടാണ് കഴിയാനേ സാധിക്കത്തുള്ളൂ. ഒറ്റപ്പെട്ട് നിൽക്കാനായിട്ട് ഒരു വ്യക്തിക്കും കഴിയില്ല. എങ്ങനെയായിരുന്നാലും എന്താണ്, മറ്റുള്ളവരുടെ സഹായം അവന് ആവശ്യമായി തന്നെ വരും. ഇപ്പോ ഞാൻ യൂസ് ചെയ്യുന്ന ഈ പെൻ, ആ പെൻ എന്താണ്, അത് ഞാൻ യൂസ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് അത് എനിക്ക് കിട്ടിയത് എന്താണ്, മറ്റൊരാൾ അത് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തത് കൊണ്ടാണ് എനിക്കത് കിട്ടിയത്. അപ്പൊ മറ്റൊരാളുടെ ഒരു ഹെൽപ്പ് അവിടെ വരുന്നു ഇൻഡയറക്ട്ലി അല്ലെ. അപ്പൊ നമുക്ക് ഒരു വ്യക്തി സൊസൈറ്റിയിൽ നിലനിൽക്കണമെങ്കിൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തേ മതിയാകും അല്ലെ. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സംസ്കാരം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, സാമൂഹികമായിട്ടുള്ള ഒന്നല്ലേ ആണ്.
അതായത് നമുക്ക് സാമൂഹികമായിട്ട് നമുക്ക് എന്താണ് ആൾക്കാരിൽ നിന്ന് ഇന്ററാക്ഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആൾക്കാരുമായിട്ടുള്ള ഒരു ഇടപഴകലിന്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് സംസ്കാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒറ്റപ്പെട്ട് നിൽക്കാൻ കഴിയില്ല, ഇന്ററാക്ഷൻ ആവശ്യമാണ്. ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നു. നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന വാല്യൂസ് എന്താണ്, മൂല്യങ്ങൾ എന്താണ്, അതുപോലെ ശരിയായ കാര്യങ്ങൾ എന്താണ്, മാനദണ്ഡങ്ങൾ എന്താണ്, ലോസ് എന്താണെന്നൊക്കെ നമ്മൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കിയെടുക്കുന്നു. സോ അങ്ങനെ വരുന്ന സമയത്ത് ഇന്ററാക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ് സോഷ്യൽ ഗ്രൂപ്പിലെ ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ അത് സോഷ്യലാണ്, സാമൂഹികമാണ്. അപ്പൊ സംസ്കാരം എന്ന് പറയുന്നത് സാമൂഹികമല്ലേ? ആണ്. ആൻഡ് കൾച്ചർ ഈസ് ട്രാൻസ്മിറ്റീവ്. അപ്പൊ അടുത്ത പോയിന്റ് എന്താണ്? കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? അത് ട്രാൻസ്മിറ്റീവ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ എങ്ങനെയാണ് കൾച്ചർ എന്ന് പറയുന്നത് ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാം. കൾച്ചർ ഈസ് പാസ്ഡ് ഡൗൺ ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ് ത്രൂ ലാംഗ്വേജ്, എഡ്യൂക്കേഷൻ ആൻഡ് ഇമിറ്റേഷൻ. അതായത് വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ പലതും പഠിച്ചെടുക്കുന്നു. നമ്മുടെ സംസ്കാരം ചിലത് എന്താണ് പാരമ്പര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പാരൻസ് ഒക്കെ പറഞ്ഞു തരുന്നു. ലാംഗ്വേജ് ഒരു മീഡിയമായി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നു. ചിലതൊക്കെ എന്താണ് നമ്മൾ കണ്ട് മനസ്സിലാക്കി ഇമിറ്റേറ്റ് ചെയ്തെടുക്കുന്നു. സോ അങ്ങനെ എന്താണ് സംസ്കാരം ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താണ് ലാംഗ്വേജ് സെർവ് ആസ് ദ പ്രൈമറി വെഹിക്കിൾ ഓഫ് കൾച്ചറൽ ട്രാൻസ്മിഷൻ. അപ്പോൾ ഇങ്ങനെ കൾച്ചറൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഒരു ജനറേഷനിൽ നിന്നും പുതുതലമുറയിലേക്ക് സംസ്കാരം ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ ഒരു മീഡിയമായിട്ട്, ഒരു വെഹിക്കിളായിട്ട് പ്രവർത്തിക്കുന്ന ലാംഗ്വേജ് ആണ്. ത്രൂ ഭാഷയിലൂടെ അല്ലെങ്കിൽ ലാംഗ്വേജിലൂടെയാണ് കൾച്ചർ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ കൾച്ചർ ഈസ് കണ്ടിന്യൂസ് ആൻഡ് ക്യുമുലേറ്റീവ്. അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൾച്ചറിന്റെ അടുത്തൊരു സവിശേഷതയാണ്. കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇത് കണ്ടിന്യൂസ് ആണ്, അത് ക്യുമുലേറ്റീവ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് അതിങ്ങനെ അവസാനിക്കുന്നില്ല, അതിങ്ങനെ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ എന്താണ്, അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആൻഡ് ഇത് ക്യുമുലേറ്റീവ് ആണ്, സഞ്ചിതമായിട്ടുള്ള ഒന്നാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമാണ്, കണ്ടിന്യൂസ് ആണ്, പക്ഷെ അത് സ്റ്റാറ്റിക് ആയിട്ടൊന്നും നിൽക്കുന്നില്ല. അതെന്താണ് ഇങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ടിന്യൂസ് ആണ്, തുടർച്ചയായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക്, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നു ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് അതുപോലെ എന്താണ് ഇതൊരു ക്യുമുലേറ്റീവ് പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചേഴ്സ് ഇൻക്ലൂഡ് മെമ്മറീസ്, ട്രഡീഷൻസ്, അച്ചീവ്മെന്റ്സ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസസ്, അതുപോലെ തന്നെ എന്താണ് സോഷ്യൽ ഗ്രോത്ത്, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. സോ അങ്ങനെ വരുമ്പോൾ ഇതൊരു ക്യുമുലേറ്റീവ് പ്രോസസ് ആണ് സംസ്കാരം എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കൾച്ചർ ഈസ് ഡൈനാമിക് ആൻഡ് അഡാപ്റ്റീവ്. എന്താണ് കൾച്ചർ ഈസ് കൺസിസ്റ്റന്റ് ആൻഡ് ഇന്റഗ്രേറ്റഡ്. ആ ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയി. അപ്പോൾ കൾച്ചർ ഈസ് കൺസിസ്റ്റന്റ് ആൻഡ് ഇന്റഗ്രേറ്റഡ്, അതും കൾച്ചറിന്റെ ഒരു സവിശേഷതയായിട്ട്. എന്തുകൊണ്ടാണ് കൾച്ചർ ഇത് കണ്ടിന്യൂസ് ആണ്, ഇത് കൺസിസ്റ്റന്റ് ആണ്, ഇന്റഗ്രേറ്റഡ് ആണെന്ന് പറയാനുള്ള കാരണം? കൾച്ചർ ഇന്റഗ്രേറ്റ്സ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ആസ്പെക്ട്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് സംസ്കാരം, അല്ലേ? such as beliefs, values, norms and traditions in the cohesive vehicle. അതായത് നമ്മുടെ സംസ്കാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ, അതുപോലെ തന്നെ വാല്യൂസ്, മൂല്യങ്ങൾ, അതുപോലെ നോംസ്, മാനദണ്ഡങ്ങൾ, പാരമ്പര്യം, ട്രഡീഷൻസ്, ഇതിനെല്ലാം തന്നെ എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്ത് നിർത്താനായിട്ട് നമ്മുടെ സംസ്കാരത്തിന് കഴിയുന്നു. സോ അതുകൊണ്ട് തന്നെ കൾച്ചർ ഈസ് കൺസിസ്റ്റന്റ് ആൻഡ് ഇന്റഗ്രേറ്റഡ്. ഓക്കെ, and different elements of culture work together to maintain societal balance and coherence. അതായത് നമ്മുടെ സമൂഹത്തിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെന്റ്സുകളുണ്ട്. ആ എലമെന്റ്സുകൾ നമ്മുടെ സംസ്കാരത്തെ സംസ്കാരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്. അത് നമ്മുടെ സമൂഹത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, കൾച്ചർ ഈസ് ഡൈനാമിക് ആൻഡ് അഡാപ്റ്റീവ്. ഞാൻ പറഞ്ഞു സംസ്കാരം ഇപ്പോൾ ഒരേപോലെ അല്ല നിലനിൽക്കുന്നത്, അല്ലേ? അതായത് സംസ്കാരം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് കൾച്ചർ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ എല്ലാം സംസ്കാരം സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ടോ? അല്ല, അവിടെ ചലനാത്മകമാണ്, അത് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത്. ഇപ്പൊ നമ്മുടെ സംസ്കാരം, അതായത് നമ്മൾ മുന്നത്തെ കുറച്ചുകൂടെ നമ്മുടെ ഒരു പഴയ തലമുറയിൽ സ്ത്രീകളൊന്നും പുറത്തിറങ്ങാൻ പാടില്ല, സ്ത്രീകൾ അടുക്കളയിൽ ഒതുങ്ങി നിൽക്കണം എന്നൊരു അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട്, അവർ തൊഴിലിന് ജോലിക്കൊന്നും പോകാൻ പാടില്ല, അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ നമ്മളിപ്പോൾ മുന്നേ ഒരു കല്യാണ ആലോചന വരുന്ന സമയത്തേനെ പെൺകുട്ടിക്ക് ജോലി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടി എന്ത് ചെയ്യുക, റിജക്ട് ചെയ്യും. അയ്യോ, ജോലിയുള്ള പെൺകുട്ടിയൊന്നും വേണ്ട, അവൾ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാനൊന്നും കഴിയില്ല എന്നുള്ള രീതിക്ക് റിജക്ട് ചെയ്യും. അതേ വ്യക്തി ഇന്നത്തെ ഒരു സാഹചര്യത്തിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യങ്ങൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ എന്താണ് ആ വ്യക്തി എന്ത് ചെയ്യാം,
ജോലി ഉള്ള ഒരാളെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക അല്ലെ. കാരണം ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മതിയായ ഒരു അല്ലെങ്കിൽ ഒരു കുടുംബം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വരുമാനം മതിയാകാതെ വരും. അപ്പോൾ ജോലി ഉള്ളവർക്കായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. ഇന്ന് നമ്മൾ പെൺകുട്ടിക്ക് ജോലി ഉണ്ടോ എന്നൊക്കെ ഒരു പ്രൊപ്പോസൽ വരുന്ന സമയത്ത് നോക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. സോ അത് തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മുടെ സംസ്കാരത്തിൽ എന്താണ് മാറ്റങ്ങൾ ഉണ്ടായി അല്ലെ. ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് വന്നു, ട്രഡീഷണൽ ആയിട്ട് ഇങ്ങനെ തലമുറകളായിട്ട് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് വന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംസ്കാരം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോവുകയാണ്. പക്ഷെ അവിടെ എന്താണ്, ഇവിടെ ഡൈനാമിക് ആണ്, ചലനാത്മകമാണ്, അവിടെ മാറ്റങ്ങൾക്ക് വിധേയമാണ്, അഡാപ്റ്റീവ് ആണ്. പുതിയ പുതിയ കാര്യങ്ങൾ, നമുക്ക് ബെറ്റർ എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ എന്ത് ചെയ്യും, കൂട്ടിച്ചേർക്കും. അപ്പൊ മറ്റൊരു സൊസൈറ്റിയുടെ മറ്റൊരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നമുക്കത് നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ അഡോപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും, കൂട്ടിച്ചേർക്കാനായിട്ട് ശ്രമിക്കും. സോ അങ്ങനെ വരുമ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്, അഡാപ്റ്റീവ് ആണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? നെക്സ്റ്റ്, കൾച്ചർ ഈസ് സാറ്റിസ്ഫൈയിങ്. എന്താണ് സംസ്കാരം എന്ന് പറയുന്നത്, നമുക്കൊരു ഗ്രാറ്റിഫൈങ് അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം തരുന്നു എന്നുള്ളതാണ്. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നമുക്കുള്ളിൽ എന്താണ് ഒരു സംസ്കാരം അല്ലെങ്കിൽ നമുക്കുള്ളിൽ ഒരു സന്തോഷം ഉണ്ടാകും എന്നുള്ളതാണ്. അവിടെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, നമുക്കൊരു തൃപ്തി തരാനായിട്ട് നമ്മുടെ സംസ്കാരം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അതായത് കൾച്ചർ സാറ്റിസ്ഫൈസ് ബോത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് കളക്റ്റീവ് നീഡ്സ് ബൈ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അച്ചീവ്മെന്റ്, എക്സ്പ്രഷൻസ് ആൻഡ് ഫുൾഫിൽമെന്റ്. സോ it creates a sense of belonging, identity and purpose within a community. അല്ലെ? ഫോർ എക്സാമ്പിൾ, the celebrations like wedding or religious festivals bring joy and strengthen social bonds. അതായത് ഇപ്പോൾ വെഡിങ് അല്ലെങ്കിൽ മാരേജുമായി ബന്ധപ്പെടുത്തിയിട്ട് അതൊരു റിലീജിയസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലീജിയസ് ഫെസ്റ്റിവൽസ്, അവിടെ നമ്മൾ എന്താണ്, നമ്മൾ അതിനെ ഒരു സെലിബ്രേറ്റ് ചെയ്യണം, നമ്മളത് ആഘോഷിക്കുന്ന നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണല്ലോ അത്തരം ഫെസ്റ്റിവൽസ്. നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നു അല്ലെ. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സംസ്കാരം നമുക്ക് എന്താണ്, നമുക്ക് സന്തോഷം തരുന്നു, അല്ലെങ്കിൽ സാറ്റിസ്ഫൈങ് തരുന്നു, നമുക്ക് സംതൃപ്തി നമ്മളിൽ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഗ്രാറ്റിഫൈ ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് കൾച്ചർ ഡിഫർ ഫ്രം സൊസൈറ്റി ടു സൊസൈറ്റി. സംസ്കാരം എന്ന് പറയുന്നത് സൊസൈറ്റി ടു സൊസൈറ്റി അത് മാറ്റങ്ങൾക്ക് വിധേയമാണ്, അല്ലെങ്കിൽ ഏതൊരു സമൂഹത്തെയും വേർതിരിച്ച് നിർത്തുന്നത് അവന്റെ സംസ്കാരമാണ് നമുക്ക് പറയാം. ഇപ്പൊ നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ സംസ്കാരമായിരിക്കില്ല നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ അവരുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. ഒരുപാട് ഡിഫറൻസിലെ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അതിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോ സമൂഹം അല്ലെങ്കിൽ സൊസൈറ്റി ടു സൊസൈറ്റി, ഓരോ സൊസൈറ്റിയുടെ സംസ്കാരം എന്ത് ചെയ്യപ്പെടും, വ്യത്യാസപ്പെട്ടിരിക്കും അല്ലെ. ആ സംസ്കാരമാണ് ഒരു സൊസൈറ്റിയെ മറ്റൊരു സൊസൈറ്റിയിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്നത്. ആ ഒരു സൊസൈറ്റിയുടെ സംസ്കാരമാണ്, അവിടുത്തെ കൾച്ചറാണ്, ആ സമൂഹത്തിന്റെ കൾച്ചറാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ, സോ കൾച്ചർ ഈസ് റെപ്രസെന്റഡ് ത്രൂ സിംബൽസ്. അതുപോലെ തന്നെ അടുത്തൊരു സവിശേഷത എന്ന് പറയുന്നത് സംസ്കാരം എന്താണ്, ലാംഗ്വേജിലൂടെയും അതുപോലെ തന്നെ സിംബൽസിലൂടെയും അത് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ലാംഗ്വേജിലൂടെ കൾച്ചർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ സിംബൽസിലൂടെ കൾച്ചർ നമ്മുടെ സംസ്കാരം എന്ത് ചെയ്യപ്പെടും, റെപ്രസെന്റ് ചെയ്യപ്പെടും. ഞാൻ പറഞ്ഞില്ലേ, ചില സ്കൾപ്ചേഴ്സ്, ചില മോണമെന്റ്സ് ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ താജ്മഹൽ കാണുമ്പോൾ അത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് അല്ലെ. ചില സുവർണക്ഷേത്രം ഇതൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ പറയും ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒക്കെ ഭാഗമാണ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. സോ അതെന്താണ്, അത് ആ ഒരു സിമ്പിൾ, ആ ഒരു സ്കൾപ്ചർ അതിനൊരു സിമ്പിളായിട്ട് നമ്മൾ കാണുവാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു പ്രതീകമായിട്ട് കാണുവാണ് അല്ലെ. അപ്പോൾ ഈ കൾച്ചർ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, സിംബൽസിലൂടെ അത് റെപ്രസെന്റ് ചെയ്യപ്പെടും എന്നുള്ളത് മനസ്സിലാക്കുക. സോ ദീസ് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ. ഓക്കെ, നമ്മൾ നോക്കുന്നത് എലമെന്റ്സ് ഓഫ് കൾച്ചർ ആണ്. കൾച്ചറിന്റെ എലമെന്റ്സ് എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, ട്രഡീഷൻ ആൻഡ് കസ്റ്റംസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ പാരമ്പര്യവും നമ്മുടെ കസ്റ്റംസ്, നമ്മുടെ ആചാരങ്ങളും അതെല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അല്ലെങ്കിൽ എലമെന്റ്സ് ആണ് നമുക്ക് പറയാം. അപ്പൊ എന്താണ് ട്രഡിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് സ്റ്റാൻഡിങ് പ്രാക്ടീസസ് പാസ്ഡ് ഡൗൺ ഫ്രം വൺ ജനറേഷൻ ടു അനദർ. അപ്പൊ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ദീർഘകാലമായിട്ടുള്ള ഒരു എന്താണ് ആചാരങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഈ എന്തെന്ന് പറയുന്നത് ട്രഡിഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ സെർവ് ആസ് കോർണർ സ്റ്റോൺ ഓഫ് ഗ്രൂപ്പ് ഐഡന്റിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി. അപ്പോൾ ഒരു എന്താണ് ഗ്രൂപ്പ് ഐഡന്റിറ്റിയെയും ഒരു തുടർച്ചയുടെയൊക്കെ ഒരു കോർണർ സ്റ്റോൺ ആയിട്ട്, ഒരു മൂലക്കല്ലായിട്ട് നമ്മുടെ ട്രഡിഷനെ, നമ്മുടെ പാരമ്പര്യത്തെ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് കഴിയും. ഫോർ എക്സാമ്പിൾ, ഫെസ്റ്റിവൽസ് ലൈക്ക് ദീപാവലി ഇൻ ഇന്ത്യ ഓർ താങ്ക്സ് ഗിവിംഗ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ദീപാവലി എന്ന് പറയുന്ന ദീപാവലി സെലിബ്രേറ്റ് ചെയ്യുന്നു, അതൊരു ഫെസ്റ്റിവൽ, അതായത് നമ്മുടെ ട്രഡീഷന്റെ ഭാഗമാണ്, നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അതൊക്കെ ഈ ട്രഡീഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. അതുപോലെ തന്നെ താങ്ക്സ് ഗിവിംഗ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ താങ്ക്സ് ഗിവിംഗ് പോലുള്ള ഒരു
എന്താണ് പ്രാക്ടീസസ്. സോ അതും എന്താണ് അവരുടെ ട്രഡീഷന്റെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് കസ്റ്റംസ്. എന്താണ് കസ്റ്റംസ്? ആചാരം അല്ലെ, റെഗുലർ ആൻഡ് ഹാബിച്വൽ പ്രാക്ടീസസ് ഒബ്സർവ്ഡ് ഇൻ ഡെയിലി ലൈഫ്. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന റെഗുലർ ആയിട്ട് നമ്മുടെ ശീലങ്ങളായിട്ട്, നമ്മൾ പതിവ് ശീലങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒബ്സർവ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ കസ്റ്റംസ് അല്ലെങ്കിൽ ആചാര മര്യാദകൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റികളിലെ പെരുമാറ്റം അത് എന്താണ് അത് ഇറ്റ്സ് ഹെൽപ്പ് സ്റ്റാൻഡർഡൈസ് ബിഹേവിയർ വിത്തിൻ എ കമ്മ്യൂണിറ്റി അല്ലേ. അപ്പൊ ഈ ഒരു കസ്റ്റംസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിലെ നമ്മുടെ പെരുമാറ്റത്തെ, നമ്മുടെ ബിഹേവിയറെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോൾ മുതിർന്നവരെ കാണുമ്പോൾ നമുക്ക് ഒരു ബസ്സിൽ കയറുന്ന സമയത്ത് നമ്മൾ ഇരിക്കുവാണ്, മുതിർന്ന വ്യക്തി വരുമ്പോൾ നമ്മൾ വേണ്ടിയിട്ട് മാറി കൊടുക്കുകയാണ് ആ വ്യക്തിക്ക് ഇരിക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ആ ഒരു ബിഹേവിയർ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യപ്പെടും? സ്റ്റാൻഡർഡൈസ് ചെയ്യപ്പെടും അല്ലേ. നമ്മൾ അത് നല്ലൊരു ക്വാളിറ്റിയാണ്. അത്തരം ആചാര മര്യാദകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നല്ല കാര്യമാണ്. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ. നമ്മൾ അങ്ങനെ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കതിന് ഒരു ശിക്ഷ ലഭിക്കുകയോ നിയമപരമായിട്ട് അത് കുറ്റമാവുകയോ ഒന്നും ചെയ്യില്ല. പക്ഷെ നമ്മുടെ സംസ്കാരം നമ്മളെ എന്താണ് അത്തരത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലാണ് നമ്മൾ വളർന്നു വന്നത് അല്ലേ. അതുകൊണ്ട് നമ്മൾ അത്തരം ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അത്തരം ഒരു നല്ലൊരു ക്വാളിറ്റി നമ്മൾ അവിടെ കാണിച്ചു. അവിടെ നമ്മൾ എന്താ നമ്മുടെ ബിഹേവിയർ അവിടെ സ്റ്റാൻഡർഡൈസ് ചെയ്യപ്പെടുകയാണ് അല്ലേ. ആൻഡ് കസ്റ്റംസിന് എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീറ്റിംഗ് വിത്ത് എ ഹാൻഡ് ഷേക്ക് ഓർ ബോവിങ് ആസ് എ സൈൻ ഓഫ് റെസ്പെക്ട്. മുതിർന്നവരെ ബഹുമാനിക്കുക, അല്ലെങ്കിൽ ഒരാളെ പരിചയപ്പെടുമ്പോൾ എന്ത് ചെയ്യുക, അവർക്ക് നമസ്കാരം പറയുക, കൈ കൊടുക്കുക. സോ ഇതൊക്കെ നമ്മുടെ ആചാര മര്യാദകളിൽ ഉൾപ്പെടുന്നതാണ്. സോ ഈ ട്രഡീഷൻസും ഈ കസ്റ്റംസും ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട എലമെന്റ്സ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. വാല്യൂസ്. ഇപ്പൊ ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസും നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്, അതുപോലെ വാല്യൂസും നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പോൾ വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡീപ്ലി ഹേർഡ് ബിലീവ്സ് അബൌട്ട് വാട്ട് ഈസ് റൈറ്റ്, ഗുഡ് ഓർ ഡിസൈറബിൾ. അതായത് ശരിയേത്, നല്ലതേത്, എന്താണ് കൂടുതൽ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത് എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു ഒരു ബിലീഫ്, ഒരു വിശ്വാസം, അതിനെയാണ് നമ്മൾ വാല്യൂസ് എന്ന് പറയുന്നത്. മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ശരി എന്താണ്, തെറ്റെന്താണെന്നുള്ള ഒരു തിരിച്ചറിവ്, അതിനെയാണ് നമ്മുടെ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ആക്ട് ആസ് ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. വ്യക്തിപരവും കൂട്ടവുമായിട്ടുള്ള പെരുമാറ്റങ്ങൾക്കുള്ള മാർഗനിർദ്ദേശക തത്വങ്ങളായിട്ടാണ് വാല്യൂസ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ സവിശേഷത എന്ന് പറയുമ്പോൾ, വാല്യൂസിന്റെ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ, ഇറ്റ്സ് വാരി അക്രോസ് കൾച്ചർ ബട്ട് ഓഫൺ ഇൻക്ലൂഡ് കോൺസെപ്റ്റ് ലൈക്ക് ഹോണസ്റ്റി, റെസ്പെക്ട് ആൻഡ് ജസ്റ്റിസ്. അപ്പോൾ ഈ വാല്യൂസ് എന്ന് പറയുന്നത് സംസ്കാരങ്ങളിലുടനീളം വ്യത്യസ്തമാണെങ്കിലും പലപ്പോഴും സത്യസന്ധത, ബഹുമാനം, നീതി തുടങ്ങിയ ആശയങ്ങളിൽ ഊന്നിയിരിക്കുന്നതാണ് വാല്യൂസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഓരോ സൊസൈറ്റി ടു സൊസൈറ്റി, ഓരോ സംസ്കാരത്തിലെ അവരുടെ വാല്യൂസ് ഒക്കെ മാറി മറിഞ്ഞൊക്കെ വരാം. എന്നിരുന്നാലും ഹോണസ്റ്റി, റെസ്പെക്ട്, ജസ്റ്റിസ് തുടങ്ങിയ കോൺസെപ്റ്റുകളിൽ അധിഷ്ഠിതമാണ് വാല്യൂസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. വാല്യൂസിന് എക്സാമ്പിൾ ആണ് ഇക്വാലിറ്റി ആസ് എ കോർ വാല്യൂ ഇൻ മെനി വെസ്റ്റേൺ സൊസൈറ്റീസ്, കളക്ടിവിസം ഇൻ ഈസ്റ്റേൺ കൾച്ചർ. ഇതൊക്കെ വാല്യൂസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. നെക്സ്റ്റ് നോംസ് നമ്മുടെ കൾച്ചറുടെ ഒരു എലമെന്റ് ആണ്. അപ്പോൾ നോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ റൂൾസ് ദാറ്റ് ഡിക്റ്റേറ്റ് അക്സെപ്റ്റബിൾ ബിഹേവിയർ വിത്തിൻ എ ഗ്രൂപ്പ് ഓർ സൊസൈറ്റി. ഒരു ഗ്രൂപ്പിലോ സമൂഹത്തിലോ അംഗീകരിക്കപ്പെട്ട അല്ലെങ്കിൽ സ്വീകാര്യമായിട്ടുള്ള ചില പെരുമാറ്റ രീതികളെയാണ് നമ്മൾ നോംസ് അഥവാ മാനദണ്ഡങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ നോംസ് പ്രധാനമായി രണ്ട് തരത്തിൽ പറയാം. ഫോർമൽ നോംസും ഇൻഫോർമൽ നോംസും. അപ്പോൾ ഫോർമൽ നോംസ് എന്താണ്? ഇറ്റ്സ് കോഡിഫൈങ് ലോസ് ഓർ റെഗുലേഷൻസ്. അതായത് നിയമങ്ങളാലും അല്ലെങ്കിൽ ചട്ടങ്ങളാലും ഒക്കെ നിയന്ത്രീകരിച്ചിട്ടുള്ള നോംസ്, മാനദണ്ഡങ്ങളെയാണ് നമ്മൾ ഫോർമൽ നോംസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സ്പീഡ് ലിമിറ്റ്സ് ഓൺ ആന്റി ഡിസ്ക്രിമിനേഷൻസ് ലോസ്. അതായത് നമ്മളിപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് അമിതമായിട്ട് വേഗത്തിൽ പോകാൻ പാടില്ല, അങ്ങനത്തെ ചില ലിമിറ്റ്സ്, അതൊക്കെ ചില നിയമങ്ങളുണ്ടല്ലോ, അത്ര ട്രാഫിക് റൂൾസുകളുണ്ട്. അതുപോലെ ആന്റി ഡിസ്ക്രിമിനേഷൻ ലോസുകളുണ്ട്. സോ ഇതൊക്കെ അത് കോഡിഫൈഡ് ആയിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഇതിനെ നമ്മൾ ഫോർമൽ നോംസ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇൻഫോർമൽ നോംസ് എന്ന് പറയുമ്പോൾ അൺറിട്ടൺ ആയിട്ടുള്ള ചില എക്സ്പെക്ടേഷൻസ്, അതിനെയൊക്കെയാണ് നമ്മൾ ഇൻഫോർമൽ നോംസ് എന്ന് പറയുന്നത്. എന്താണ് ഈ അൺറിട്ടൺ എക്സ്പെക്ടേഷൻസ്? അതായത് ലൈക്ക് ടേബിൾ മാനേഴ്സ്, ഡ്രസ് കോഡ്, അതുപോലെ തന്നെ നമ്മൾ പാലിക്കേണ്ട ചില ടേബിൾ മാനേഴ്സ് എന്നൊക്കെ പറയില്ല, അതായത് നമ്മുടെ മര്യാദകൾ, നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, ഒരു മുതിർന്ന വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ. സോ ഇങ്ങനെയൊക്കെയുണ്ട്. അതായത് നമ്മൾക്ക് എഴുതപ്പെടാത്ത ചില നിയമങ്ങളുണ്ട്, അതിനെയാണ് നമ്മൾ ഇൻഫോർമൽ നോംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ഫോക്ക് വേ ആൻഡ് മൂവ്സ്. അതും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗങ്ങളാണ്. എന്താണ് ഫോക്ക് വേസ്? ഇറ്റ്സ് ആൻ ഇൻഫോർമൽ കസ്റ്റംസ് ഗൈഡിങ് എവരിഡേ ബിഹേവിയർ അല്ലെ. നമ്മുടെ ദൈനംദിന പെരുമാറ്റത്തെ നയിക്കുന്ന അനൗപചാരികമായിട്ടുള്ള ആചാരങ്ങളെയാണ് നമ്മൾ ഫോക്ക് വേസ് എന്ന് പറയുന്നത്.
വയലേഷൻസ് ആർ നോട്ട് മെറ്റ് വിത്ത് സെവിയർ പണിഷ്മെന്റ് ബട്ട് മേ ലീഡ് ടു മൈൽഡ് ഡിസപ്രൂവൽ. അതായത് നമ്മൾ ഈ ദൈനംദിന പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില അനൗപചാരികമായിട്ടുള്ള ആചാരങ്ങൾ, ഇത് നമ്മൾ പാലിച്ചില്ല എന്ന് കരുതി, ഇത് ലംഘിച്ചു എന്ന് കരുതിയിട്ട് നമുക്ക് കഠിനമായ ശിക്ഷയൊന്നും ലഭിക്കത്തില്ല. പക്ഷേ നേരിയ വിയോജിപ്പിലേക്ക് ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു വയലേഷൻ, ഈ ഫോപ്പയുടെ വയലേഷൻ എന്ന് പറയുന്നത് നേരിയൊരു ഡിസപ്രൂവലിലേക്ക് നമ്മളെ നയിച്ചേക്കാം. അതായത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നയിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ നയിക്കുന്ന നമ്മുടെ ചില പെരുമാറ്റത്തെ, അനൗപചാരികമായിട്ടുള്ള ആചാരങ്ങൾ, നമ്മളെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന, ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന അനൗപചാരികമായിട്ടുള്ള ആചാരങ്ങളാണ് നമ്മൾ ഫോപ്പി എന്ന് പറയുന്നത്. അപ്പൊ അത് പാലിച്ചില്ല എന്ന് കരുതി നമുക്ക് പണിഷ്മെന്റ് ഒന്നും ലഭിക്കില്ല. പക്ഷെ എന്താണ്, നമുക്കവിടെ ഡിസപ്രൂവൽ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഈറ്റിംഗ് വിത്ത് അപ്രോപ്രിയേറ്റ് യൂട്ടിലിറ്റീസ് ഓർ സേയിങ് താങ്ക് യു. അതായത് ഉചിതമായ പാത്രങ്ങൾ ഉപയോഗിച്ചിട്ട്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പാത്രങ്ങൾ യൂസ് ചെയ്ത് നമ്മൾ ഭക്ഷണം കഴിക്കുക. അതുപോലെ അതൊക്കെ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കിപ്പോ എന്താണ്, നമുക്ക് ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളം കുടിക്കാനാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ചായ കുടിക്കാനൊക്കെ യൂസ് ചെയ്യും. നമ്മുടെ പ്ലേറ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ യൂസ് ചെയ്യും അല്ലെ. നമ്മൾ ഈ ചോറൊക്കെ നമ്മൾ ഗ്ലാസ്സിലിട്ട് കഴിക്കാൻ പറ്റും. അതെന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്ന ഒരു ആചാരമല്ല അത്. അല്ലെങ്കിൽ നമ്മളുടെ ഒരു പെരുമാറ്റത്തെ അത് കുറച്ചുകൂടി എന്താ ചെയ്യുക, നമ്മളത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോക്ക് വേ അല്ല അത്, നമ്മുടെ ഒരു ആചാര രീതിയല്ല. അല്ലെങ്കിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന അനൗപചാരികമായിട്ടുള്ള ഒരു ആചാരങ്ങളൊന്നും അല്ല. അതിവിടെ ഒരു വേരിയേഷൻ ഉണ്ട്. അത് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം നമുക്ക് അല്ലെ. ഗ്ലാസ്സിൽ നമുക്ക് ഫുഡ് അല്ലെങ്കിൽ ചോറ് ഇട്ടിട്ട് നമുക്ക് കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ നമ്മൾ ഡിസപ്രൂവ്, ഈ ഇയാൾ എന്താ കാണിക്കുന്നത്, നമ്മൾ കാണുമ്പോൾ ചോദിക്കില്ല ഈ ഇയാൾ എന്തൊന്നും കാണിക്കുന്നത്, ഇയാളെന്ന് ഗ്ലാസ്സിലാണോ ചോറ് കഴിക്കുന്നത്, ഒരു പ്ലേറ്റിൽ വെച്ച് കഴിച്ചുകൂടെ എന്നൊക്കെ നമുക്ക് തോന്നില്ലേ. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമുക്കിപ്പോൾ ഒരാളെ കാണുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത സമയത്ത് നമുക്ക് അയാളോട് നമ്മൾ എന്താണ്, കോമൺലി നമ്മൾ അയാളോട് താങ്ക്സ് പറയും അല്ലെ. ഇപ്പൊ പറഞ്ഞില്ല എന്ന് വെച്ചിട്ട് അയാൾക്ക് നമ്മളെ കുറ്റപ്പെടുത്താൻ, അല്ലെങ്കിൽ അയാൾക്ക് നമ്മളുടെ പേരിൽ കേസ് കൊടുക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ പറയേണ്ടത് നമ്മുടെ ഒരു മര്യാദയാണ് അല്ലെ. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അത് ഫോളോ ചെയ്യേണ്ട ചില ബിഹേവിയർ ആണ്. സോ അത്തരം ബിഹേവിയറാണ് നമ്മൾ ഈ ഫോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് മൂഡ്സ്? നോംസ് ടൈഡ് ടു മോറൽ സിഗ്നിഫിക്കൻസ് അല്ലെ. മാനദണ്ഡങ്ങൾ ചെറിയ ധാർമ്മിക പ്രാധാന്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ദ വയലേഷൻ ആർ മെറ്റ് വിത്ത് സ്ട്രോങ് ഡിസപ്രൂവൽ ഓർ ലീഗൽ കോൺസിക്വൻസസ്. അപ്പൊ ഈ നോംസുകൾ നമ്മൾ എന്താണ് ലംഘിക്കുകയാണെങ്കിൽ ശക്തമായ വിയോജിപ്പ് അല്ലെങ്കിൽ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, അഡൾട്ടറി, തെഫ്റ്റ് ഓർ പബ്ലിക് ഇൻഡിസെൻസി. അതായത് ഇപ്പോൾ നമ്മൾ മോഷ്ടിക്കുന്നത് നമ്മുടെ സമൂഹം അംഗീകരിച്ചിട്ടില്ല, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല. സമൂഹം അംഗീകരിച്ച നല്ലൊരു പാറ്റേൺ ഓഫ് ബിഹേവിയർ അല്ല, നമ്മുടെ സംസ്കാരത്തിന്റെ നല്ലൊരു അല്ലെങ്കിൽ സംസ്കാരം അംഗീകരിച്ചിട്ടുള്ള നല്ലൊരു ബിഹേവിയറും അല്ല. പക്ഷെ നമ്മളത് ചെയ്തു എന്ന് കരുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാ, നമ്മൾ മോഷ്ടിച്ചു എന്ന് കരുതിയിട്ട് നമ്മളെന്ത് ചെയ്യുക, ആരും എന്താണ് നമ്മളെ കൊല്ലത്തോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും, ആ ഒരു നിയമം നമ്മുടെ സമൂഹത്തിൽ ആ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് എക്സിസ്റ്റ് ആയി നിൽക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് വേണ്ട പണിഷ്മെന്റ് അവിടെ ലഭിക്കും. ഒരു ലീഗൽ കോൺസിക്വൻസസ് നമുക്ക് എന്തുണ്ടാകും, നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് ഉണ്ടാകും. അവിടെ ഒരു സ്ട്രോങ് ഡിസപ്രൂവൽ നമുക്ക് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമുക്ക് കുറെ കൂടി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മോഡ്സ് എന്ന് പറയുന്നത്. അവിടെ നിയമപരമായിട്ടുള്ള ഒരു സപ്പോർട്ടിങ്, അല്ലെങ്കിൽ ഈ മോഡ്സ് വയലേറ്റ് ചെയ്താൽ നിയമപരമായിട്ട് ശിക്ഷാർഹമാണ് എന്നുള്ള, നിയമപരമായിട്ട് അതിന് എന്ത് ചെയ്യും, ഒരു ഡിസപ്രൂവൽ നമുക്ക് ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് കൾച്ചർ ആണ്. കൾച്ചർ ക്യാൻ ബി ക്ലാസിഫൈഡ് into several types based on its scopes and functions. അതായത് സംസ്കാരത്തിന്റെ സാധ്യതകളെ, ഇതിന്റെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൾച്ചറിനെ നമുക്ക് പലതായിട്ട് എന്ത് ചെയ്യാം, പല ടൈപ്പുകളായിട്ട് കാറ്റഗറൈസ് ചെയ്യും. അതിൽ ഫസ്റ്റ് വൺ മെറ്റീരിയൽ കൾച്ചർ എന്നുള്ളതാണ്. എന്താണ് മെറ്റീരിയൽ കൾച്ചർ? ഇതെന്താണ് മെറ്റീരിയൽ കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? അതായത് ഫിസിക്കൽ ഒബ്ജക്റ്റ്, റിസോഴ്സസ് ആൻഡ് സ്പേസ് ദാറ്റ് പീപ്പിൾ യൂസ് ടു ഡിഫൈൻ ദെയർ കൾച്ചർ. അതായത് ഭൗതികമായിട്ടുള്ള, അതായത് ആൾക്കാരുടെ ഭൗതികമായിട്ടുള്ള ചില ഒബ്ജക്റ്റുകൾ, റിസോഴ്സസുകൾ ആൻഡ് സ്പേസസ് ദാറ്റ് പീപ്പിൾ യൂസ് ഇൻ ഡിഫൈൻ ദെയർ കൾച്ചർ. അവരുടെ സംസ്കാരത്തെ, ആളുകൾ അവരുടെ സംസ്കാരം നിർവചിക്കാൻ ഉപയോഗിക്കുന്ന ഭൗതിക വസ്തുക്കൾ, വിഭവങ്ങൾ, പ്ലേസസ്, ഇടങ്ങൾ, ഇതൊക്കെ എന്താണ് നമ്മുടെ മെറ്റീരിയൽ കൾച്ചറിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ ആർട്ട്, ആർക്കിടെക്ചർ, ടൂൾസ് ആൻഡ് ടെക്നോളജി, ഇതൊക്കെ എന്താണ് മെറ്റീരിയൽ കൾച്ചേഴ്സിന് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് നോൺ മെറ്റീരിയൽ കൾച്ചർ. എന്താണ് നോൺ മെറ്റീരിയൽ കൾച്ചർ? നേരെ ഓപ്പോസിറ്റ് ആണ് മെറ്റീരിയൽ കൾച്ചർ അല്ലെ. അബ്സ്ട്രാക്ട് ആയിട്ടുള്ള എലമെന്റ്സ്, ലൈക്ക് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ബിലീഫ്സ്,
വാല്യൂസ്, ലാംഗ്വേജ്, നോംസ് ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല, കോൺക്രീറ്റ് അല്ല, അബ്സ്ട്രാക്ട്. ഇത്തരത്തിലുള്ള അബ്സ്ട്രാക്ട് എലമെന്റുകളെയാണ് നമ്മൾ നോൺ മെറ്റീരിയൽ കൾച്ചർ, ഇത്തരത്തിലുള്ള നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള അബ്സ്ട്രാക്ട് എലമെന്റ്സിനെയാണ് നമ്മൾ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ റിലീജിയസ് റിച്വൽസ്, പൊളിറ്റിക്കൽ ഐഡിയോളജീസ്, ലിംഗ്വിസ്റ്റിക് എക്സ്പ്രഷൻസ് ഇതൊക്കെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യമാണല്ലേ, ഇതൊക്കെ മെറ്റീരിയൽ അല്ല, നോൺ മെറ്റീരിയൽ ആണ്. സോ ഇത്തരം എലമെന്റ്സുകളെ നമ്മൾ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് പോപ്പുലർ കൾച്ചർ. ഇപ്പൊ എന്താണ് പോപ്പുലർ കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ മെയിൻ സ്ട്രീം ഐഡിയാസ്, പ്രാക്ടീസസ് ആൻഡ് ആർട്ടിഫാക്ട്സ് ദാറ്റ് ആർ വൈഡ്ലി അക്സെപ്റ്റഡ് ആൻഡ് കൺസ്യൂംഡ്. അതായത് വ്യാപകമായി അംഗീകരിക്കപ്പെടുകയും ഉപഭോഗം ചെയ്യപ്പെടുന്നതുമായ മുഖ്യധാര ആശയങ്ങൾ, സമ്പ്രദായങ്ങൾ, പുരാവസ്തുക്കൾ. സോ ഇതിനെയെല്ലാമാണ് നമ്മൾ പോപ്പുലർ കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ മ്യൂസിക്, ഫിലിംസ്, ഫാഷൻ ട്രെൻഡ്സ് ഇതൊക്കെ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഐഡിയാസ് ആൻഡ് പ്രാക്ടീസസ് ഒക്കെയാണ്. സോ ഇതൊക്കെ പോപ്പുലർ കൾച്ചറിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് സബ് കൾച്ചർ. ഇപ്പൊ എന്താ സബ് കൾച്ചർ? ഇറ്റ്സ് എ സ്മാളർ ഗ്രൂപ്പ് വിത്തിൻ എ ലാർജർ കൾച്ചർ വിത്ത് ഡിസ്റ്റിങ്ക്ട് വാല്യൂസ് ഓർ പ്രാക്ടീസസ്. വ്യതിരിക്തമായ മൂല്യങ്ങളോ സമ്പ്രദായങ്ങളോ ഉള്ള ഒരു വലിയ സംസ്കാരത്തിനുള്ളിൽ ചെറിയ ഗ്രൂപ്പുകളെയാണ് നമ്മൾ സബ് കൾച്ചർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പങ്ക് റോക്ക് എന്തൂസിയാസ്റ്റ്സ് ഓർ എത്നിക് കമ്മ്യൂണിറ്റീസ് വിത്തിൻ എ ലാർജ് സൊസൈറ്റി. അതായത് പങ്ക് റോക്ക് പങ്ക് റോക്ക് എന്തൂസിയാസ്റ്റുകൾ, അതുപോലെ തന്നെ ഒരു വലിയ സമൂഹത്തിനുള്ളിൽ ഒരു വംശീയ കമ്മ്യൂണിറ്റികൾ, ഒരു എത്നിക് കമ്മ്യൂണിറ്റികൾ. സോ ഇതൊക്കെ ഈ സബ് കൾച്ചറിന് ഉദാഹരണമാണ് അല്ലെ. അതായത് ഒരു വലിയ സമൂഹത്തിന്റെ ആ സംസ്കാരത്തിന്റെ ഭാഗമായി തന്നെ ഒരു ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാവുക, ചില എത്നിക് കമ്മ്യൂണിറ്റീസ് ഉണ്ടാകാം. സോ ഈ സബ് കൾച്ചേഴ്സിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് കൗണ്ടർ കൾച്ചർ. കൗണ്ടർ കൾച്ചർ ഇസ് ഗ്രൂപ്പ്സ് ദാറ്റ് റിജക്ട് ഓർ ഒപ്പോസ് ദ ഡോമിനന്റ് കൾച്ചർ നോംസ്. അപ്പൊ എന്താണ് കൗണ്ടർ കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രബലമായ സാംസ്കാരിക മാനദണ്ഡങ്ങളെ നിരാകരിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്ന ഗ്രൂപ്പുകൾ, അതിനെയാണ് നമ്മൾ കൗണ്ടർ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കൗണ്ടർ കൾച്ചർ? മീൻസ് ഗ്രൂപ്പ് ദാറ്റ് റിജക്ട് ഓർ ഒപ്പോസ് ദ ഡോമിനന്റ് കൾച്ചറൽ നോംസ്. അപ്പോൾ പ്രബലമായിട്ടുള്ള സാംസ്കാരിക മാനദണ്ഡങ്ങളെ റിജക്ട് ചെയ്യുകയോ ഒപ്പോസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ കൗണ്ടർ കൾച്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. ആൻ എക്സാമ്പിൾ ഹിപ്പി മൂവ്മെന്റ് ഇൻ ദ 1960s ഓർ എൻവയോൺമെന്റൽ ആക്ടിവിറ്റീസ്. അതായത് 1960കളിലെ ഹിപ്പി പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതി ആക്ടിവിസം ഇതൊക്കെ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന എക്സിസ്റ്റഡ് ആയിട്ടുള്ള സാംസ്കാരിക മാനദണ്ഡങ്ങൾക്കെതിരെയാണ് നടത്തുന്നത് ഈ ഒരു മൂവ്മെന്റ് ഒക്കെ. അപ്പൊ അതെന്ത് ചെയ്യുക, അവിടുത്തെ ഡോമിനന്റ് കൾച്ചർ നോംസിനെതിരെ ഒപ്പോസ് ചെയ്യുവാണ്. സോ ഇതൊക്കെ കൗണ്ടർ കൾച്ചറിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. ഇമ്പോർട്ടൻസ് ഓഫ് കൾച്ചർ ഇൻ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൽ സംസ്കാരത്തിന്റെ പ്രാധാന്യം എന്ത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ സോഷ്യൽ കൊഹഷൻ. അതായത് സാമൂഹികമായിട്ടുള്ള ഒരു കൊഹഷൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സംസ്കാരം ആവശ്യമാണ് അല്ലേ. അപ്പൊ കൾച്ചർ ഫോസ്റ്റർ യൂണിറ്റി ആൻഡ് സെൻസ് ഓഫ് ബിലോങ്ങിങ് എമംഗ് ഇൻഡിവിജ്വൽസ് വിത്തിൻ എ ഗ്രൂപ്പ്. ഇറ്റ്സ് എ ഷെയർഡ് ട്രഡീഷൻ ആൻഡ് വാല്യൂ സ്ട്രെങ്തൻ സൊസൈറ്റൽ ബോൺസ് അല്ലേ. സോ അത് സോഷ്യൽ കൊഹഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു സംസ്കാരത്തിലൂടെ. സോ അതുകൊണ്ട് തന്നെ ആ സംസ്കാരം അല്ലെങ്കിൽ സംസ്കാരം സമൂഹത്തിൽ അത്യന്താപേക്ഷിതമല്ലേ ആണ്. നെക്സ്റ്റ് ഐഡന്റിറ്റി ഫോർമേഷൻ. സംസ്കാരത്തിലൂടെയാണ് ഏതൊരു വ്യക്തിയും അവൻ ഭാഗമാകുന്ന സമൂഹത്തിൽ അവൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൾച്ചർ ഷേപ്പ് ഇൻഡിവിജ്വൽസ് ആൻഡ് കളക്റ്റീവ് ഐഡന്റിറ്റീസ്. ലാംഗ്വേജ്, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് പ്രൊവൈഡ് എ സെൻസ് ഓഫ് ഹൂ വി ആർ ആൻഡ് വേർ വി ബിലോങ്. ഓക്കെ, സോ മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഹേവിയർ റെഗുലേഷൻസ് ആണ്. നോംസ് ആൻഡ് വാല്യൂസ്, അത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സംസ്കാരത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന നോംസും വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യും, സമൂഹത്തിന്റെ ഭാഗമാകുന്ന വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കും അല്ലെ, അവരുടെ പെരുമാറ്റത്തെ റെഗുലേറ്റ് ചെയ്യും. സോ അതുകൊണ്ട് സംസ്കാരം നമ്മുടെ സമൂഹത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. നോംസ് ആൻഡ് വാല്യൂസ് ആക്ട് ആസ് എ ഗൈഡ്ലൈൻസ് ഫോർ അക്സെപ്റ്റബിൾ ബിഹേവിയർ, എൻഷുറിംഗ് അഡാപ്റ്റേഷൻ ആൻഡ് പ്രോഗ്രസസ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അഡാപ്റ്റേഷൻ ആൻഡ് ഇന്നോവേഷൻസ് അല്ലെ. കൾച്ചർ ഇവോൾവ് ടു മീറ്റ് ദ ചേഞ്ചിങ് നീഡ്സ് ഓഫ് സൊസൈറ്റി, എനേബിളിംഗ് അഡാപ്റ്റേഷൻ ആൻഡ് പ്രോഗ്രസ്. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് ഡൈനാമിക് ആണ് അല്ലേ, സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക് ആണ്. അപ്പം മാറ്റങ്ങൾക്ക് ഇങ്ങനെ വിധേയമായിക്കൊണ്ടിരിക്കുവാണ്. ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ അഡോപ്റ്റ് ചെയ്ത് കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പുതിയ പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അഡോപ്റ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സാമൂഹികമായിട്ടുള്ള മാറ്റം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സൊസൈറ്റിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻസ്. എന്താണ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഷെയർഡ് കൾച്ചറൽ വാല്യൂസ് ആൻഡ് നോംസ് ഹെൽപ് മീഡിയേറ്റ് ആൻഡ് റിസോൾവ് കോൺഫ്ലിക്ട് വിത്തിൻ ഗ്രൂപ്പ്സ് ഓർ സൊസൈറ്റീസ് അല്ലേ. അതാണ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷെയർഡ് കൾച്ചറൽ വാല്യൂസ് ആൻഡ് നോംസ് എന്ത് ചെയ്യും, അത് എന്തിന് ഹെൽപ്പ് ചെയ്യും? ഹെൽപ് മീഡിയേറ്റ് ആൻഡ് റിസോൾവ് കോൺഫ്ലിക്ട് അല്ലേ. നമ്മുടെ സൊസൈറ്റിയിൽ സോഷ്യൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ റിസോൾവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്.
സോ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനും കൾച്ചറുടെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് സമൂഹത്തിൽ ഉണ്ടാകുന്നതാണ്. സോ അങ്ങനെ വരുമ്പോൾ കൾച്ചർ അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുന്നത് ഏതൊരു സൊസൈറ്റിയിലും പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൾച്ചറിനെ കുറിച്ചിട്ടാണ്. കൾച്ചർ എന്ന് പറയുന്ന സോഷ്യോളജിക്കൽ കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തി വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ആൾ.